അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൗരത്വത്തിൻ്റെ പാർട്ട് 2 ആണ്. അതുപോലെ നമ്മളെടുക്കുന്ന ക്ലാസ്സുകളുടെ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ കയറാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ KPSC ഡ്യൂഡ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ പൗരത്വത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. ഏത് ഭാഗത്തിലായിരുന്നു, ഏതൊക്കെ ആർട്ടിക്കിളുകളായിരുന്നു, ആ ആർട്ടിക്കിൾ ഏതൊക്കെയായിരുന്നു, പൗരത്വമായിട്ട് ബന്ധപ്പെട്ട ചില വർഷങ്ങൾ, പ്രധാനപ്പെട്ട വർഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ദയവായി ഇതിലേക്ക് വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ മൊത്തം 5 മാർഗ്ഗങ്ങളുണ്ട്. ഓക്കെ, ഓർത്ത് വെക്കുക. PSC ചോദിക്കുന്നൊരു ചോദ്യമാണ് എത്ര മാർഗ്ഗങ്ങളുണ്ടെന്നുള്ളത്. 5 മാർഗ്ഗങ്ങളുണ്ട്. അതിലേതൊക്കെയാണ് 5 മാർഗ്ഗങ്ങൾ? 1, ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്. ഓക്കെ, ഏതാണ് ജന്മസിദ്ധമായ പൗരത്വം ബൈ ബർത്ത്? 2, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡിസെൻറ്റ്. ഓക്കെ, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ബൈ ഡിസെൻറ്റ്. പിന്നെ പറയുന്നത് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം ബൈ രജിസ്ട്രേഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം ബൈ രജിസ്ട്രേഷൻ. പിന്നെ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം ബൈ നാച്ചുറലൈസേഷൻ. ഓക്കെ, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം ബൈ നാച്ചുറലൈസേഷൻ. പിന്നെ പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഓക്കെ, പ്രദേശങ്ങളുടെ സംയോജനം മൂലമുള്ള മുഖേനയുള്ള പൗരത്വം ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് ഇന്ത്യൻ പൗരത്വം ലഭ്യമാകും. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം. അപ്പം എന്താണ് ജന്മസിദ്ധമായ പൗരത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? നമ്മളിവിടെ ഇന്ത്യയിൽ ജനിക്കുന്നത്, അതായത് നമ്മുടെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ജനിക്കുന്നതും ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായി കിട്ടുന്ന പൗരത്വമാണ് ജന്മസിദ്ധമായ പൗരത്വം. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ എന്താണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം? പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരാണ്, പക്ഷേ നമ്മൾ ജനിച്ചത് മറ്റേതെങ്കിലും രാജ്യത്താണ് സങ്കല്പിക്കുക. ഓക്കെ, മറ്റേതെങ്കിലും രാജ്യത്താണ് സങ്കല്പിക്കുക. പക്ഷേ നമ്മുടെ അച്ഛനമ്മയും വിദേശത്താണ് താമസിക്കുന്നത് എന്നും പറഞ്ഞ് അവർ ഇന്ത്യൻ പൗരന്മാർ തന്നെ ആണല്ലോ. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട പൗരത്വമാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. അതായത് ഇന്ത്യൻ പൗരനാകാനുള്ള നമുക്ക് ലഭിക്കേണ്ട പൗരത്വമാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ അച്ഛനും അമ്മയും വിദേശത്ത് താമസിക്കുന്നു, പക്ഷേ ഇന്ത്യൻ പൗരന്മാർ തന്നെയാണ്. നമ്മൾ ജനിച്ചത് വിദേശത്താണ്, എങ്കിലും നമുക്ക് കിട്ടേണ്ടത് ഇന്ത്യൻ പൗരത്വമാണല്ലോ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിദേശത്ത് ജനിച്ചെന്നും പറഞ്ഞ് നമുക്ക് ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം ലഭ്യമല്ല. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. ഇനി പറയുന്നത് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം. ഓക്കെ, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം എന്താണ്? രജിസ്ട്രേഷൻ മുഖേന പൗരത്വം ലഭിക്കണമെങ്കിൽ ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മിനിമം 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ഓക്കെ, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം ലഭിക്കണമെങ്കിൽ മിനിമം 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. എങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു വിദേശ വനിതയെയോ ഒരു വിദേശ പുരുഷനെയോ കല്യാണം കഴിച്ചെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങനെ സങ്കല്പിച്ചിട്ട് അവർക്ക് ഇവിടെ ഇന്ത്യൻ പൗരത്വം ലഭ്യമാകണമെങ്കിൽ രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വമേ ലഭ്യമാകുള്ളൂ. എന്നാൽ മിനിമം 7 വർഷമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. ഓക്കെ, ഇങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടിയ ഒരു പ്രസിദ്ധ വനിതയുണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രസിദ്ധ വനിതയുണ്ട്. ആരായിരിക്കും എന്നറിയോ? സോണിയാഗാന്ധിയാണ്. ഓക്കെ, സോണിയാഗാന്ധി ഇറ്റലിക്കാരി ആയിരുന്നല്ലോ, ഇപ്പോൾ ഇന്ത്യൻ പൗരയാണ്. ഓക്കെ, അവർ ഇറ്റലിക്കാരി ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറ്റലിക്കാരിയാണെന്നല്ല, ഇപ്പോൾ അവർ ഇന്ത്യൻ വനിതയാണ്. എന്തുകൊണ്ടാണ്? കാര്യം, നിയമപ്രകാരം സോണിയാഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ പൗരയാണ്. ഓക്കെ, ഇനി പറയുന്ന 4ാമത്തെ പൗരത്വ രീതിയാണ് ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം. ഈ പൗരത്വവും വിദേശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വിദേശികളെ ലക്ഷ്യമിട്ടുള്ള പൗരത്വം, വിദേശികൾക്ക് ലഭിക്കുന്ന പൗരത്വമാണ്. ഓക്കെ, ഇതിന് മിനിമം 12 വർഷമെങ്കിലും വേണം. ഓക്കെ, 12 വർഷം. എങ്ങനെയാണ് ലഭിക്കുന്നത്? ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാവണം. ഓക്കെ, എക്സാമ്പിൾ ഇപ്പം ഇൻക്ലൂഡ് ഗവൺമെൻറ് മേഖലയിലോ മറ്റേതെങ്കിലും പ്രൈവറ്റ് മേഖലയിലോ അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആളാവണം. ഓക്കെ, 12 വർഷമെങ്കിലും പക്ഷേ ഇവിടെ നിൽക്കണം, ഇവിടെ താമസിക്കണം. അങ്ങനെ നമുക്കറിയാവുന്നൊരു വ്യക്തിയുണ്ട്, ഇങ്ങനെ ബൈ നാച്ചുറലൈസേഷൻ അഥവാ ചിരകാല അധിവാസം മുഖേന പൗരത്വം ലഭിച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയൊരു വനിതയുണ്ട്. ആരാന്നറിയോ?
മദർ തെരേസയാണ്. ഓക്കെ, മദർ തെരേസയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് ഈ ബൈ നാച്ചുറലൈസേഷൻ അഥവാ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വമാണ്. ഇതുപോലെ ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രസിദ്ധമായ കുറച്ച് പേരെ പറ്റി പറയുന്നു. മറ്റൊരാളാണ് ലാറി ബേക്കർ. ഓക്കെ, ലാറി ബേക്കർ വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലാറി ബേക്കർ. ഈ ലാറി ബേക്കറിന് ഈ ബൈ നാച്ചുറലൈസേഷൻ മെത്തേഡ് അഥവാ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വമാണ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ലാറി ബേക്കർ ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ലോ കോസ്റ്റ് ബിൽഡിങ്ങിന് നേതൃത്വം കൊടുത്ത ആളാണ്. നമ്മുടെ കേരളത്തിലും ഒരുപാട് ബിൽഡിങ് ഇദ്ദേഹത്തിൻ്റെ ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ബിൽഡിംഗ് നിർമ്മിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ലാറി ബേക്കർ. വാസ്തുവിദ്യ ഗാന്ധി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ മദർ തെരേസ, ലാറി ബേക്കർ മുതലായവർക്ക് ബൈ നാച്ചുറലൈസേഷൻ മെത്തേഡ് അഥവാ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വമാണ് ലഭിച്ചത്. ഇനി പറയുന്നു പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം, അതായത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗം മറ്റ് രാജ്യത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയാണ് കരുതുക. അതായത് മറ്റ് രാജ്യങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുകയാണ് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടായിരുന്ന ആൾക്കാർ പിന്നീട് ഇന്ത്യൻ പൗരനായിട്ട് മാറുകയാണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ പിന്നീട് ആ പഴയ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല, പിന്നീട് ഇന്ത്യൻ പൗരനായിട്ട് മാറും. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 5 രീതിയിലാണ് പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം. നമ്മൾ പറഞ്ഞല്ലോ പൗരത്വം ലഭിക്കുന്ന രീതികൾ എത്രയാണ്? 5 രീതികൾ ലഭിക്കും. എന്നാൽ എത്ര രീതികളിലൂടെ പൗരത്വം നഷ്ടമാകും? 3 രീതികളിലൂടെയാണ് പൗരത്വം നഷ്ടമാകുന്നത്. ഏതൊക്കെയാണ് ആ 3 രീതികൾ? ഓർത്തോണം, ഈ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. 3 രീതി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് 3 രീതികൾ? 1 പരിത്യാഗം അഥവാ റിനൗൺസിയേഷൻ, 2 പൗരത്വം നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ, 3 പൗരത്വാപഹരണം അഥവാ ഡെപ്രിവേഷൻ. ഓക്കെ, അപ്പോൾ പരിത്യാഗം, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹരണം. ഓക്കെ, എന്താണ് പരിത്യാഗം? പരിത്യാഗം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾ 9 എന്താണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ആർട്ടിക്കിൾ 9 എന്താണ്? ആർട്ടിക്കിൾ 9 ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. എന്താണ് പരിത്യാഗം അഥവാ റിനൗൺസിയേഷൻ? അതായത് ഇപ്പം ഞാൻ ഇന്ത്യൻ പൗരനാണ്, എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാക്കാൻ സാധിക്കും, വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. എന്നിട്ട് ഞാൻ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ മറ്റൊരു രാജ്യത്തിൻ്റെ അഥവാ ഖത്തറിൻ്റെ പൗരത്വം സ്വീകരിച്ച ഒരു പ്രമുഖ ചിത്രകാരനാണ് MS ഹുസൈൻ. ഓക്കെ, ഈ പരിത്യാഗം മുഖേന ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് വെച്ച് ഖത്തർ പൗരത്വം സ്വീകരിച്ച ഒരു പ്രമുഖ ചിത്രകാരനാണ് MS ഹുസൈൻ. പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യാൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. പുള്ളിക്കാരൻ വരച്ച ചിത്രങ്ങൾക്ക് ഒരുപാട് വിമർശനം എന്തോ നേരിടേണ്ടി വന്നു, അതൊക്കെ കൊണ്ടാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പരിത്യാഗം. ഇനി പറയുന്നത് പൗരത്വം നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ. ഓക്കെ, പൗരത്വം നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 9 എന്താണ്. ആർട്ടിക്കിൾ 9? ആർട്ടിക്കിൾ 9 എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഇന്ത്യൻ പൗരൻ സ്വമേധയാൽ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യക്ക് ഏക പൗരത്വം എന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാൽ സ്വമേധയാൽ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. അതാണ് ടെർമിനേഷൻ അഥവാ പൗരത്വം നിർത്തലാക്കൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പൗരത്വാപഹരണം അഥവാ ഡെപ്രിവേഷൻ? എന്താണ്? ഒരു വ്യക്തി നേടിയ പൗരത്വം ബലപ്രയോഗത്തിലൂടെ തിരിച്ചെടുക്കുന്നതാണ്. ഓക്കെ, ഒരു വ്യക്തി നേടിയ പൗരത്വം തിരിച്ചെടുക്കുന്നതാണ് പൗരത്വാപഹരണം. അതെങ്ങനെ? എന്താ സംഭവം? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൗരത്വം ലഭിക്കുന്ന രീതികളെ 2 വിദേശ പൗരന്മാർക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞു. ഏതൊക്കെയാണ്? 1 രജിസ്ട്രേഷൻ മുഖേനയും പിന്നെ നാച്ചുറലൈസേഷൻ മെത്തേഡ് വരെ. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷൻ മുഖേനയോ അല്ലെങ്കിൽ നാച്ചുറലൈസേഷൻ മെത്തേഡ് മുഖേനയോ പൗരത്വം നേടിയവർ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ്റിന് വിവരം ലഭിക്കുന്നത് എന്താണെന്ന്. അയാൾ പൗരത്വത്തിന് വേണ്ടി സമർപ്പിച്ച ഡോക്യുമെൻറ്റുകളെല്ലാം ഫേക്ക് ആണെന്നുള്ള വിവരങ്ങൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ്റിന് വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പൗരത്വം തിരിച്ചെടുക്കാൻ സാധിക്കും. അതാണ് പൗരത്വാപഹരണം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പൗരത്വം 3 രീതിയിൽ നഷ്ടമാകുന്നു: പരിത്യാഗം, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹരണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ടൊന്ന് ലേൺ ചെയ്യാം.
ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ: ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം, പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം. ഇങ്ങനെ 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടാം. ഇന്ത്യൻ പൗരത്വം 3 രീതിയിൽ നഷ്ടമാകുന്നു. ഏതൊക്കെയാണ്? പരിത്യാഗം മുഖേന, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വ അപഹരണം. ഇങ്ങനെ 3 രീതിയിൽ നഷ്ടമാകുന്നു. ഇനി നമ്മൾ പറയുന്നത് പൗരത്വം ഭേദഗതി നിയമം 2019. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു നിയമമാണ്. ഇപ്പോഴും അതിൻ്റെ പിന്നിൽ ഒരുപാട് വിവാദങ്ങളുണ്ട്. നമുക്ക് പക്ഷേ അതൊന്നും അറിയണ്ട. നമുക്ക് എന്താണ് പൗരത്വ ഭേദഗതി നിയമം 2019 എന്നുള്ളത് മാത്രം പഠിക്കും. അപ്പോൾ 2019 പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതാര്? അമിത്ഷായാണ്. ഓക്കെ, ലോക്സഭയിലാണ് അമിത്ഷാ ഇത് അവതരിപ്പിച്ചത്. ഓക്കെ, 2019 പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷായാണ്. ബില്ല് അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9 ഓർത്തോണേ. 2019 ഡിസംബർ 9 അമിത്ഷാ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എപ്പോഴാണ്? 2019 ഡിസംബർ 9. ഈ ഡേറ്റ് അങ്ങോട്ട് പഠിക്കാൻ സിമ്പിളാണ്. ഡിസംബർ 9 എന്നുള്ള പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പിന്നെ സിമ്പിളാണ്. എങ്ങനെയാണ്? ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത്. ഓക്കെ, ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 10. ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11. ഈ ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. അതായത് 9, 10, 11, 12. നമ്മൾ 9-ാം തീയതി പഠിച്ച വാക്കുകളെല്ലാം കിട്ടും. എന്താണ്? ബില്ല് അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9 ആര്? അമിത്ഷാ. ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയത് 2019 ഡിസംബർ 10. രാജ്യസഭ ഈ ബില്ല് പാസ്സാക്കിയത് 2019 ഡിസംബർ 11. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. ഇനി പറയുന്നത് ഈ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2020 ജനുവരി 10. അതായത് 2019 പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10. ഓക്കെ, നിലവിൽ വന്ന് ഓർത്തോണം 2020 ജനുവരി 10. എന്നാൽ ബില്ല് പറയുമ്പോൾ നമ്മൾ 2019 ബില്ലെന്നാണ് പറയുന്നത്. പൗരത്വ ഭേദഗതി നിയമം 2019 എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പൗരത്വ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് എപ്പോഴാണ്? 2020 ജനുവരി 10. ശ്രദ്ധിക്കുക. അപ്പം ഇത്ര ഒന്നുകൂടെ ഞാൻ പറയാം. പൗരത്വ ഭേദഗതി നിയമം 2019 എന്താണ്? 2019 പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച ആരാണ്? അമിത്ഷായാണ്. ലോക്സഭയിലാണ് അമിത്ഷാ ഇത് അവതരിപ്പിച്ചത്. ബില്ല് അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 10. രാജ്യസഭ പാസ്സാക്കിയത് 2019 ഡിസംബർ 11. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. ഭേദഗതി നിയമം നിലവിൽ വന്നതോ 2020 ജനുവരി 10. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു എന്താണ് ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, അതാണ് ഇനി പറയുന്നത്. ശ്രദ്ധിച്ചേക്കുക. 2014 ഡിസംബർ 31 മുമ്പ്, ഓക്കെ, 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്നീ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമാണ് എന്ത്? പൗരത്വ ഭേദഗതി നിയമം 2019. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതിന് വിവാദം ഉണ്ടാകാൻ കാര്യം? എന്തുകൊണ്ടാണ് കാര്യം? ഇത്രയും മതങ്ങളുടെ പേരിൽ ഒരു മതത്തിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല. ഏതാണ്? മുസ്ലിം. ഓക്കെ, ഇസ്ലാം മതത്തിൻ്റെ പേര് മാത്രം ഇവിടെ പറഞ്ഞില്ല. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതിൽ ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, അതാണ് ഇവർ പറയുന്ന ന്യായം. നമുക്ക് എന്തായാലും അതിലോട്ടൊന്നും കിടക്കണ്ട. നമുക്ക് എന്താണ് റീസൺ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പം 2014 ഡിസംബർ 31, ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2014 ഡിസംബർ 31, ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കല്ല്. ഓക്കെ, അപ്പോൾ 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്നീ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം. ഓക്കെ, അപ്പോൾ ഓർത്തു നോക്കുക, ഇത്ര മതങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കണ്ട. ഇസ്ലാം എന്നുള്ള മതം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉണ്ടെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാം. ഇനി പറയുന്നു 2019 പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ലാത്ത പ്രദേശങ്ങൾ. അതായത് ഈ നിയമം ചില പ്രദേശങ്ങളിൽ ബാധകമല്ല. 2019 പൗരത്വ ഭേദഗതി നിയമം ചില പ്രദേശങ്ങളിൽ ബാധകമല്ല. അതേതൊക്കെയാണ്?
അത് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ അഥവാ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. ഏതൊക്കെയാണ്? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളിൽ ഈ നിയമം ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതൊക്കെയാണ്? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളിൽ 6ാം ഷെഡ്യൂൾ ഭരണഘടനയിൽ 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ 4 സംസ്ഥാനങ്ങളിൽ ഈ പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ല. അതുപോലെ തന്നെ കൂടാതെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഗോത്രവർഗ മേഖലകളിലും ഈ നിയമം ബാധകമല്ല. നമ്മൾ പറഞ്ഞല്ലോ, സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ 7 സംസ്ഥാനങ്ങളായ ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ 2ആയിട്ട് പറഞ്ഞത്? കാര്യം ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 4 സംസ്ഥാനങ്ങളേ ഉള്ളൂ. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. എന്നാൽ കൂടാതെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലും ഈ നിയമം ബാധകമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സപ്ത സഹോദരിമാരായ സംസ്ഥാനങ്ങളിൽ 2019 ഭേദഗതി നിയമം ബാധകമല്ല. പക്ഷേ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ 4 സംസ്ഥാനമുള്ളൂ. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? അപ്പോൾ അതിൻ്റെ നാഗാലാൻഡെന്നോ അരുണാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാണ്. ആപ്പാട് ഏതൊക്കെയുള്ളത്? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2019 പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ലാത്ത പ്രദേശങ്ങൾ ഏത്? ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആസാം, ത്രിപുര, ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളിൽ കൂടാതെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഗോത്രവർഗ മേഖലകളിലും 2019 പൗരത്വ നിയമ ഭേദഗതി ബില്ല് ബാധകമല്ല. ഇനി പറയുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, 2019 പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. 2019 പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് ഏത്? കേരളം. 2ാമത്തെ സംസ്ഥാനം ഏതാണ്? എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ 2ാമത്തെ സംസ്ഥാനമാണ് പഞ്ചാബ്. ഓർത്തോണേ, ആദ്യത്തേത് കേരളം, 2ാമത്തേത് പഞ്ചാബ്. ഇനി പറയുന്നു, എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം ഏത്? അത് പുതുച്ചേരിയാണ്. എതിർത്തുകൊണ്ട് എന്തിനാ? 2019 പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം, 2ാമത്തെ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. ഇനി പറയുന്നത്, ഈ ഭേദഗതി നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഗോവയാണ്. 2019 പൗരത്വ ഭേദഗതി നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഗോവ. ഗോവയാണ്. ഇനി പറയുന്നു, പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, UP. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് UP അഥവാ ഉത്തർപ്രദേശ്. അപ്പോൾ ഇതുവരെ ഒന്നുകൂടെ ഒന്ന് പറയാം. 2019 പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, 2ാമത്തെ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഈ ഭേദഗതി നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്, UP ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ട്, എന്താണ് CAA? CAAയുടെ ഫുൾ ഫോം എന്താണ്? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്നാണ് CAAയുടെ ഫുൾ ഫോം. പിന്നെ NPRൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ. നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ, അതാണ് NPRൻ്റെ ഫുൾ ഫോം, നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ. ഇനി പറയുന്ന NRC. എന്താണ് NRC? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ, അതാണ് NRC. അപ്പോൾ ഒന്നുകൂടെ പറയാം, CAA ഫുൾ ഫോം എന്താണ്? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. NPR എന്താണ്? നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ. പിന്നെ NRC എന്താണ്? നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. ഇനി നമ്മൾ പറയുന്നു, ഈ NRCയുടെ ഉദ്ദേശം അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ, അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഉദ്ദേശം യഥാർത്ഥ പൗരന്മാരെ കണ്ടെത്തുക, അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക. ഇതാണ് NRCയുടെ ഉദ്ദേശം അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ പൗരന്മാരെ കണ്ടെത്തുക, അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക. ഇതൊക്കെയാണ്.
അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം നമുക്ക് ആദ്യം തൊട്ടൊന്ന് വായിക്കാം. ഞാൻ ഈ വായിച്ചെല്ലാം വീണ്ടും വീണ്ടും വായിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ക്ലാസ് കണ്ടാൽ ഇവിടുന്ന് കണ്ടിട്ട് തന്നെ ഇവിടുന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകും. നിങ്ങൾക്ക് ഇനി രണ്ടാമതൊരു പഠിത്തത്തിൻ്റെ ആവശ്യം വരണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ഫ്രീ PDF ടെലഗ്രാം ഗ്രൂപ്പിലൂടെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം, പ്രദേശങ്ങളുടെ സംയോജനം മുഖേനയുള്ള പൗരത്വം. ഇങ്ങനെ 5 രീതിയിൽ ഇന്ത്യൻ പൗരത്വം ലഭ്യമാകും. ഇനി ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്ന എത്ര രീതിയിലാണ്? 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. അതേതൊക്കെയാണ്? പരിത്യാഗം, പൗരത്വം നിർത്തലാക്കൽ, പൗരത്വാപഹരണം. പിന്നെ നമ്മൾ പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമം 2019. എന്താണ് 2019 പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചാരാണ്? അമിത്ഷായാണ് ലോക്സഭയിൽ. ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷാ ഏത് ദിവസം അവതരിപ്പിച്ചത്? 2019 ഡിസംബർ 9 അമിത്ഷാ ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത്. എന്നിട്ട് ലോക്സഭ ഇത് പാസ്സാക്കിയതോ 2019 ഡിസംബർ 10 രാജ്യസഭ ഇത് പാസ്സാക്കിയത് 2019 ഡിസംബർ 11 പ്രസിഡന്റ് ഇത് ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12 എന്നിട്ട് ഈ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10 ഇനി എന്താണ് ഈ ഭേദഗതി നിയമത്തിൽ പറയുന്നത്? 2014 ഡിസംബർ 31 മുമ്പ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് മതപീഡനത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ എന്നീ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന നിയമമാണിത്. 2019 പൗരത്വ ഭേദഗതി നിയമം ബാധകമല്ലാത്ത പ്രദേശങ്ങൾ ഏതൊക്കെ? ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളിൽ കൂടാതെ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ എന്നിവിടങ്ങളിലെ ഗോത്രവർഗ മേഖലകൾ ഇവിടെയൊന്നും ഈ നിയമം ബാധകമല്ല. അതുപോലെ തന്നെ 2019 ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളം, രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബ്, ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഈ ഭേദഗതി നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം UP. പിന്നെ നമ്മൾ നോട്ടാണ് പറഞ്ഞത്. എന്താണ് CAA അതിൻ്റെ ഫുൾ ഫോം? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. പിന്നെ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ. പിന്നെ NRC നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. ഈ NRCയുടെ ഉദ്ദേശം എന്താണ്? അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻ്റെ ഉദ്ദേശം എന്താണ്? യഥാർത്ഥ പൗരന്മാരെ കണ്ടെത്തുക, അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ദയവായി മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ എടുത്ത ക്ലാസ്സിൻ്റെ എല്ലാം ഫ്രീ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. KPSC ഡ്യൂഡ് എന്ന് സെർച്ച് ചെയ്താൽ മതി ടെലഗ്രാമിൽ കയറി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.